നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. കാസർഗോഡ് ഹർത്താൽ പ്രതീതി. ദേശീയ പണിമുടക്ക് സമരം. കാസർഗോഡ് നടന്ന UDTF മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കാസർഗോഡ് പുഴയിൽ മീൻ പിടിക്കുവാൻ വലയെറിഞ്ഞപ്പോൾ ലഭിച്ചത് മൃതദേഹം. കസബ കടപ്പുറത്തെ ആദിത്യന്റെ മരണത്തിൽ ദുരൂഹത. കാസർഗോഡ് ചൂരിയിലെ സലഫി മസ്ജിദിൽ കവർച്ച നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. ആന്ധ്രാപ്രദേശ് സ്വദേശി സൽമാൻ അഹമ്മദാണ് പിടിയിലായത്. തൃക്കരിപ്പൂർ പടന്ന തീരദേശ മേഖലയിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണം. കടകൾ തുറന്നില്ല, ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. പണിമുടക്ക് ദിവസം ജോലിക്ക് ഹാജരായ അജാനൂർ വില്ലേജ് ഓഫീസറെ സമരാനുകൂലികൾ ഭീഷണിപ്പെടുത്തിയതായി പരാതി. സംഭവം പ്രതിഷേധാർഹമെന്ന് കേരള NGO സംഘ്. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു. പണിമുടക്ക് സമരത്തെ തുടർന്ന് ഒരു ഹർത്താലിന്റെ പ്രതീതിയാണ് കാസർഗോട്ടുണ്ടായത്. ചൊവ്വാഴ്ച രാത്രി 12 മണി മുതലാണ് 24 മണിക്കൂർ പണിമുടക്ക് സമരം തുടങ്ങിയത്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ടൗണുകളിലെല്ലാം സമരം പൂർണ്ണമായിരുന്നു. കാസർഗോഡ് നഗരത്തിൽ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. കടക്കമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. കാസർഗോട്ടെ സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു. വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചുവെങ്കിലും ഹാജർ നില കുറവായിരുന്നു. വാഹനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് നഗരത്തിലെത്തിയ അത്യാവശ്യ യാത്രക്കാർ നന്നേ പ്രയാസപ്പെട്ടു. പണിമുടക്ക് സമരത്തെ തുടർന്ന് ഒരു ഹർത്താലിന്റെ പ്രതീതിയാണ് കാസർഗോട്ടുണ്ടായത്. പണിമുടക്ക് സമരത്തിന് ഐക്യദാർഢ്യമേകി സംയുക്ത ട്രേഡ് യൂണിയൻ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തുകയും ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തുകയും ചെയ്തു. CITU, AITUC, NLU സംഘടനകളുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡ് വരെ നടത്തിയ പ്രകടനത്തിൽ വൻ പ്രതിഷേധമുയർന്നു. പ്രകടനത്തിനിടെ സമരക്കാർ സർവീസ് നടത്തുകയായിരുന്ന ഓട്ടോ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ തടഞ്ഞത് വാക്ക് തർക്കത്തിനിടയാക്കി. ഓട്ടോയുടെ കാറ്റടിച്ചു വിടുകയും ചെയ്തു. ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സമരം നടത്തുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞപ്പെടുത്തി രാജ്യത്തേക്ക് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ആലോചിക്കണം. സാബു എബ്രഹാം, TK രാജൻ, മണിമോഹനൻ, T കൃഷ്ണൻ, ബിജു ഉണ്ണിത്താൻ, ഗിരികൃഷ്ണൻ, CMA ജലീൽ തുടങ്ങിയ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും കൂട്ടിച്ചേർത്ത് 4 കോഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കോഡുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഉണ്ടാക്കിയ കോഡുകളിൽ പറയുന്നത് 8 മണിക്കൂർ ജോലി എന്നത് എടുത്തു കളഞ്ഞു. ട്രേഡ് യൂണിയൻ അവകാശം എന്നത് എടുത്തു കളഞ്ഞു. പിരിച്ചുവിടാതെ
അധികാരം, ലേ ഔട്ട് ചെയ്യാനുള്ള അധികാരം എല്ലാം തൊഴിലുടമകൾക്ക് നൽകി. കൂലി എന്ന് പറയുന്നത് എടുക്കുന്ന ജോലിക്കും മാത്രമായി നിജപ്പെടുത്തി. ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ടി കെ രാജൻ, CMA ജലീൽ, രാഘവൻ മാസ്റ്റർ, പി മണിമോഹൻ, സിജു കണ്ണൻ, ബിജു ഉണ്ണിത്താൻ, കെ രവീന്ദ്രൻ, ഗിരികൃഷ്ണൻ, PV കുഞ്ഞമ്പു, പി ജാനകി എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തിട്ടുള്ള ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിലെ KSRTC ബസ്സുകളോ സ്വകാര്യ ബസ്സുകളോ ഓട്ടോ ടാക്സി പോലുള്ള വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ജില്ലയിലെ പൊതുനഗരങ്ങളിലെല്ലാം ഏകദേശം ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ്. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം മനീഷ അമി, KCN ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് ഹാർബർ ഗേറ്റിനടുത്തെ പുഴയിൽ മീൻ പിടിക്കുവാൻ വലയെറിഞ്ഞ തൊഴിലാളികൾക്ക് മൃതദേഹം ലഭിച്ചത് നാടിനെ ഞെട്ടിച്ചു. കസബ കടപ്പുറത്തെ രമേശന്റെ മകൻ ആദിത്യന്റെ മൃതദേഹമാണ് രാവിലെ പുഴയിൽ വലയിൽ കുടുങ്ങിയത്. ശരീരത്തിൽ മുറിവേറ്റ പാടുകളും സ്വർണ്ണാഭരണങ്ങൾ കാണാതായതും മരണത്തിൽ ദുരൂഹതയുണർത്തുന്നുണ്ട്. ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി. ബുധനാഴ്ച രാവിലെയാണ് കാസർഗോഡ് ഹാർബർ ഗേറ്റിനടുത്തെ പുഴയിൽ മീൻ പിടിക്കുവാൻ വലയെറിഞ്ഞ തൊഴിലാളികൾക്ക് മൃതദേഹം ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അഴിമുഖത്ത് കാണാതായ കസബ കടപ്പുറത്ത് രമേശന്റെ മകൻ ആദിത്യന്റെ മൃതദേഹമാണിതെന്ന് മനസ്സിലായത്. ചൊവ്വാഴ്ച ഉച്ചയോടെ ഹാർബറിനടുത്തേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ആദിത്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ബന്ധുക്കൾ മൊഴി നൽകി. പിന്നീട് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. ആദിത്യനെ അഴിമുഖത്ത് വെച്ച് കാണാതായെന്ന സംശയത്തെ തുടർന്ന് തീരദേശ പോലീസും അഗ്നിരക്ഷാ സേനയും ചൊവ്വാഴ്ച തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനിടെയാണ് രാവിലെ മീൻവലയിൽ മൃതദേഹം കുടുങ്ങിയത്. ആദിത്യന്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും കയ്യിൽ ധരിച്ചിരുന്ന സ്വർണ്ണവളയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുമുണ്ട്. ഇതാണ് മരണത്തിൽ ദുരൂഹതയുണർത്തുന്നത്. ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വണ്ടിയിലകത്താ ഫോണും ഇതെല്ലാം ഉണ്ടായ അതിന് വിളിച്ച് കിട്ടുന്നില്ല. വയ്യല അമ്മ പറഞ്ഞിട്ട് അന്വേഷിക്കുമ്പോഴാണ് കാണുന്നത് ഈ പുഴൻ്റെ വള്ളക്ക് അവൻ്റെ ബൈക്ക്, പിന്നെ മൊബൈലും പേഴ്സും ചാവിയെല്ലാം അവൻ്റെ ഡിക്കിലുണ്ട്. ചെരുപ്പ് മാത്രത്തായാലും പിന്നെ അവനെ കാണാനില്ല. എന്നാലും ഞങ്ങൾ ഒരു 12 മണി വരെ എല്ലാവരും തിരക്കി. 100-300 ആൾക്കാരുണ്ടായിരുന്നു. എവിടെ എല്ലാം തിരക്കിയിട്ട് കണ്ടിട്ടില്ല. കണ്ണിന് പരിക്കുണ്ട്, പിന്നെ ഈ ബാക്ക് സൈഡെല്ലാം നല്ല പരിക്കുണ്ട്. കണ്ണൊക്കെ പിന്നെ പൊന്ന് മീൻ നമുക്കിത് നമ്മളെ പൊന്ന് കാണുന്നില്ല. അവൻ്റെ ഗോൾഡ് ഇല്ല. ഒന്ന് രുദ്രത്തിൻ്റെ മറ്റേ ഇതും ഒരു മോതിരം ഉണ്ടായി, പിന്നെ ഒരു വലിയ ഇത് ലോക്കറ്റും. അത് കാണാത്തതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര സംശയം. യുവാവിന്റെ മൊബൈൽ ഫോണും ബൈക്കും ഹാർബറിനടുത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് ടൗൺ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിന്റെ ഭാഗമായി UDTFന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി UDFന്റെ തൊഴിലാളി സംഘടനാ കൂട്ടായ്മയായ UDTFന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പഴയ ബസ് സ്റ്റാൻഡിലെ ബദ്രിയ ഹോട്ടൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ട്രേഡ് യൂണിയൻ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് അവകാശങ്ങൾ അനുവദിക്കപ്പെട്ടതും അതുപോലെ തന്നെ അവർക്ക് തൊഴിലിടങ്ങളിൽ സംരക്ഷണം ലഭിക്കുന്നതും. ആ 29 ട്രേഡ് യൂണിയൻ നിയമങ്ങൾ കേവലം 4 കോഡുകളാക്കി ഈ രാജ്യത്തെ കുത്തകകൾക്കും കുലാക്കുകൾക്കും വേണ്ടി മാറ്റി എഴുതപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ രാജ്യത്തെ പാർലമെന്റിന്റെ സമിതിയുടെ ശുപാർശകൾ പോലും അംഗീകരിക്കാതെ, ചട്ടങ്ങൾ പോലും രൂപീകരിക്കാതെ ഇന്ത്യ രാജ്യത്തെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ ലേബർ കോഡുകൾ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആ ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നല്ല, ആ ലേബർ കോഡുകൾ റദ്ദാക്കുക എന്നാണ് ഈ പണിമുടക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം.
INTUC ജില്ലാ ജനറൽ സെക്രട്ടറി TV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഇടനീർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് A. അഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി മുത്തലിബ് പാറക്കെട്ട്, അർജുനൻ തായലങ്ങാടി, നാഷണൽ അബ്ദുള്ള, TG ടോണി, മൊയ്തീൻ കൊല്ലമ്പാടി, അബൂബക്കർ തുരുത്തി, ഷുക്കൂർ ചെറുക്കള, സുബൈർ മാര, ഉമേഷ് അണങ്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പണിമുടക്ക് ദിവസം ജോലിക്ക് ഹാജരായ അജാനൂർ വില്ലേജ് ഓഫീസർ ജയലക്ഷ്മിയോട് ഓഫീസ് അടച്ചുപൂട്ടുവാൻ ആവശ്യപ്പെടുകയും പണിമുടക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തതായി പരാതി ഉയർന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി കേരള NGO സംഘ് രംഗത്ത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അധികൃതരോട് NGO സംഘ് യോഗം ആവശ്യപ്പെട്ടു. ഒരു വിഭാഗം സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ദിവസം ജോലിക്ക് ഹാജരായ അജാനൂർ വില്ലേജ് ഓഫീസർ ജയലക്ഷ്മിയോട് ഓഫീസിൽ കയറിയ സമരാനുകൂലികളായ ജീവനക്കാർ ഓഫീസ് അടച്ചുപൂട്ടുവാൻ ആവശ്യപ്പെടുകയും പണിമുടക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തതായുള്ള പരാതിയാണ് ഉയർന്നത്. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി കേരള NGO സംഘ് നേതാക്കൾ അറിയിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തമായ മേൽ നടപടി സ്വീകരിക്കണമെന്ന് അധികൃതരോട് യോഗം ആവശ്യപ്പെട്ടു. കയ്യൂക്കിൻ്റെ ബലത്തിൽ ജീവനക്കാരെ ഭയപ്പെടുത്തി ഇല്ലാതാക്കുവാൻ നോക്കിയാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുവാൻ സംഘടന നിർബന്ധിതരാവുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യം ഒഴിവാക്കുവാൻ ബന്ധപ്പെട്ടവർ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രതിഷേധ പ്രകടനവും നടത്തി. പണിമുടക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ ജോലിക്ക് ഹാജരാകാനുള്ള അവകാശവും ജീവനക്കാർ ആർജിച്ചിട്ടുണ്ട്. അങ്ങനെ CPMൻ്റെയോ അല്ലെങ്കിൽ ഇടതനുകൂലികളെയോ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കി സംഘടനാ പ്രവർത്തനവും സ്വാതന്ത്ര്യമൊക്കെ അടിയറവെക്കാനുള്ളവരല്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാർ. അത്യന്തം ശക്തമായ ഭാഷയിൽ ജീവനക്കാരിയായ വില്ലേജ് ഓഫീസർ സമരത്തിൽ പങ്കെടുത്ത് ഭീഷണിപ്പെടുത്താമെന്നവരോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കാരിനെ അവിടുത്തെ ജീവനക്കാരൻ്റെയും ഓഫീസിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ചുമതലയുണ്ട്. ജില്ലാ ഭരണകൂടത്തിന് കീഴിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും സംരക്ഷണവും ഒരുക്കേണ്ട ഭരണകൂടത്തിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസർക്കാണ് ഈ ഗതി ഉണ്ടായിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് K, പീതാംബരൻ, സുനിൽകുമാർ, രവി കൊട്ടോടി, സന്തോഷ് VK എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പണിമുടക്ക് ദിവസം കൊളത്തൂർ വില്ലേജ് ഓഫീസ് തുറക്കുവാനെത്തിയ ജീവനക്കാരിയെ ഓഫീസ് തുറക്കുവാൻ അനുവദിക്കാതെ ഒരു സംഘം തടഞ്ഞുവെച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കേരള NGO അസോസിയേഷൻ സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. സമരം ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ അതിൽ പങ്കെടുക്കാത്തവർക്ക് ജോലി ചെയ്യാനും അവകാശമുണ്ടെന്ന് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം P. വത്സല പറഞ്ഞു. അഭിവാദ്യങ്ങൾ 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 പണിമുടക്ക് ആഹ്വാനം പണിമുടക്ക്. വിവിധ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും നടത്തിയ പണിമുടക്ക് സമരത്തിൽ പങ്കെടുത്തില്ലെന്ന കാരണം പറഞ്ഞ് കൊളത്തൂർ വില്ലേജ് ഓഫീസ് തുറക്കുവാനെത്തിയ ജീവനക്കാരിയെ ഓഫീസ് തുറക്കുവാൻ അനുവദിക്കാതെ ഒരു സംഘം തടഞ്ഞുവെച്ചതായുള്ള പരാതിയിൽ പ്രതിഷേധിച്ച് കേരള NGO അസോസിയേഷൻ സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. സമരം ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ അതിൽ പങ്കെടുക്കാത്തവർക്ക് ജോലി ചെയ്യാനും അവകാശമുണ്ടെന്ന് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം P. വത്സല പറഞ്ഞു. പ്രിയ സഹോദരി കൊളത്തൂർ VFA പ്രീതിയെ ഒരു വട്ടം CPMൻ്റെ കാപാലികർ അവർ വട്ടം കൂടി നിൽക്കുകയും ഓഫീസിൽ കയറാൻ പറ്റാതെ വരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർ സധൈര്യം മുന്നോട്ട് വന്നിട്ട് ഈ സമരത്തിൽ പങ്കാളിയായിട്ടുണ്ട്. അവർക്ക് NGO അസോസിയേഷൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. ബ്രാഞ്ച് പ്രസിഡന്റ് K. ജയരാജ് പെരിയ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ലോകേഷ് MB ആചാർ, MT പ്രസീദ, A. ഗിരീഷ് കുമാർ, ഗിരിജ, പ്രസീദ, സുനോജ്, മാത്യു, ശിവകുമാർ, നവനീത്, ബാലകൃഷ്ണൻ, സഫീന എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് പട്ടാപ്പകൽ വീട്ടിൽ നിന്നും 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഉത്തർപ്രദേശിലെ വീരാപൂർ സ്വദേശിയായ യോഗീഷ് താമസിക്കുന്ന കണ്ണുതീർത്തയിലെ വാടക വീട്ടിൽ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം.
മഞ്ചേശ്വരത്തെ നടുക്കി പട്ടാപകൽ കവർച്ച. ഉത്തർപ്രദേശിലെ വീരപൂർ സ്വദേശിയായ യോഗീഷ് താമസിക്കുന്ന കുഞ്ചത്തൂരിനടുത്തെ കണ്ണുതീർത്തയിലെ വാടക വീട്ടിൽ ഉച്ചയോടെയാണ് കവർച്ച നടന്നത്. 2.5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ നിന്നും മോഷണം പോയത്. കഴിഞ്ഞ 10 വർഷമായി ദിവസവേതനത്തിന് ജോലി ചെയ്തു വരുന്നയാളാണ് യോഗീഷ്. രാവിലെ 11 മണിക്ക് യോഗീഷ് മംഗളൂരുവിൽ പോയിരുന്നു. ഉച്ചയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. യോഗീഷ് മംഗളൂരുവിൽ പോയതിനും തിരിച്ചെത്തിയതിനുമിടയിലുള്ള സമയത്താണ് കവർച്ച നടന്നത്. യോഗീഷിൻ്റെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കവർച്ചയിൽ അന്വേഷണം ആരംഭിച്ചു. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്ക് തൃക്കരിപ്പൂർ പടന്ന തീരദേശ മേഖലയിൽ ഏതാണ്ട് പൂർണ്ണം. ടൗണുകളിൽ കടകൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും ടാക്സികളും ഓട്ടോറിക്ഷകളും ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. കേന്ദ്ര കേരള സർക്കാരുകളുടെ തൊഴിലാളി കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ പണിമുടക്കിയ തൊഴിലാളികൾ പടന്നയിൽ ഐക്യ ജനാധിപത്യ ട്രേഡ് യൂണിയനുകളുടെ ഏകോപന സമിതിയായ UDTF നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. മൂസ ഹാജി മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് തൊഴിലാളികളും INTUC, STU, HMS തുടങ്ങിയ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളും അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം STU സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് നമ്മളാണ്, ഉൽപാദന പ്രവർത്തനം നടത്തുന്നത് നമ്മളാണ്, ഈ മൈക്ക് ഉണ്ടാക്കിയത് നമ്മളാണ്, ഈ ഡെസ്ക് ഉണ്ടാക്കിയത് നമ്മളാണ്, നമ്മളിരിക്കുന്ന കസേര ഉണ്ടാക്കിയത് നമ്മളാണ്, ഈ ലോകമാന ജനങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിയത് തൊഴിലാളികളാണ്, നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഉണ്ടാക്കിയതും നമ്മൾ തന്നെയാണ്. പക്ഷേ നമ്മൾ കൊയ്യും വയലുകളെല്ലാം തിന്നുന്നത് ബാക്കി വരുന്ന 40 കോടി ജനങ്ങളാണ്. 100 കോടി ജനങ്ങൾ ഉണ്ടാക്കിയ ഈ ഭക്ഷ്യവസ്തുക്കളും ഉൽപാദന പ്രക്രിയയും കൈകാര്യം ചെയ്യുന്നത് ബാക്കിയുള്ളവരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമില്ല. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KM ശ്രീധരൻ, UDTF നിയോജക മണ്ഡലം ചെയർമാൻ ഷംസുദ്ദീൻ IT എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായി പങ്കെടുത്തു. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, ഷംസീർ മണിയനൊടി, TKC മുഹമ്മദ് അലി ഹാജി, UC മുഹമ്മദ് കുഞ്ഞി, NK കുഞ്ഞിരാമൻ, PK താജുദ്ദീൻ, NC രാജു, K മോഹനൻ, നാസർ നെല്ലിക്കാൽ, MK അഷ്റഫ്, കൃഷ്ണൻ മാടായി, PP അഷ്കർ, ATP മുത്തലിബ്, VK ഷാനിബ്, TP മുത്തലിബ്, P സുധാകരൻ, A വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് മഞ്ചേശ്വരത്തും സമ്പൂർണ്ണം. കടകളും മാർക്കറ്റുകളും പൂർണ്ണമായും അടഞ്ഞുകിടന്നു. സമരാനുകൂലികൾ ഹൊസങ്കടിയിൽ മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് മഞ്ചേശ്വരത്തും സമ്പൂർണ്ണം. ചൊവ്വാഴ്ച രാത്രി 12 മുതൽ ബുധനാഴ്ച രാത്രി 12 വരെയാണ് പണിമുടക്ക്. സ്വകാര്യ ബസ്സുകൾക്കൊപ്പം KSRTCയും പണിമുടക്കിൽ അണിനിരന്നതോടെ ഗതാഗത മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. കർണാടക KSRTC ബസ്സുകളും റോഡിൽ ഇറങ്ങിയില്ല. മഞ്ചേശ്വരത്ത് ചില സ്കൂളുകൾ തുറന്നു. ബസ്സുകൾ തീരെ ഓടാതായതോടെ യാത്രക്കാരും വലഞ്ഞു. കടകളും മാർക്കറ്റുകളും പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പ്രതിഷേധക്കാർ ഹൊസങ്കടിയിൽ മാർച്ച് നടത്തി. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദേശീയ പണിമുടക്ക് ദിനത്തിൽ സമരം നടത്തുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യവുമായി ഒറ്റയാൾ പ്രതിഷേധ സമരത്തിലൂടെ ശ്രദ്ധേയനായ ഹോട്ടൽ തൊഴിലാളി അശോകൻ പെരിങ്ങാരയുടെ ശയന പ്രദക്ഷിണം. ചീമേനി മുക്കട പാലത്തിന് മുകളിലൂടെ 100 മീറ്റർ ദൂരമാണ് ടാർ റോഡിൽ അശോകൻ ശയന പ്രദക്ഷിണം നടത്തിയത്. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയ തലത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ നടത്തുന്ന 24 മണിക്കൂർ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായാണ് അശോകൻ പെരിങ്ങാര ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത്. വിവിധ സംഘടനകളുടെ ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും പിന്തുണയോടെയാണ് മുക്കട പാലത്തിലെ 100 മീറ്റർ ദൂരം അശോകൻ ശയനപ്രദക്ഷിണം നടത്തിയത്. വിലക്കയറ്റം തടയുക, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയം തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് ബുധനാഴ്ച ഉച്ചയോടെ അശോകൻ പെരിങ്ങാര ശയനപ്രദക്ഷിണം നടത്തിയത്.
പാചകവാതക വില വർധനവ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, ചീമേനിയിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഉൾപ്പെടെ നിരവധി ജനകീയ സമരങ്ങൾക്ക് പിന്തുണ നൽകി വേറിട്ട ഒറ്റയാൾ സമരങ്ങൾ നടത്തി ശ്രദ്ധേയനാണ് അശോകൻ പെരിങ്ങാര. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാഞ്ഞങ്ങാട്ട് പൂർണ്ണം. കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കാഞ്ഞങ്ങാട് നഗരത്തിൽ പലയിടങ്ങളിലും സ്വകാര്യ വാഹനങ്ങളെയും ചരക്ക് വാഹനങ്ങളെയും തടഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന പ്രകടനം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും നഗരം ചുറ്റി കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. VV രമേശൻ, A മാധവൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, കാറ്റാടി കുമാരൻ, കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, M രാഘവൻ, സന്തോഷ്, KV വിശ്വനാഥൻ, T കുട്ടിയൻ എന്നിവർ സംസാരിച്ചു. MR ദിനേശൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ചൂരിയിലെ സലഫി മസ്ജിദിൽ കവർച്ച നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരിയിൽ അക്കിവീട് ഉറുദു സ്കൂളിന് സമീപത്തെ മുഹമ്മദ് സൽമാൻ അഹമ്മദാണ് പിടിയിലായത്. ജൂൺ 24 രാവിലെയാണ് പള്ളി ഓഫീസിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 3,10,000 രൂപയും 2 പവൻ സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയത്. കാസർഗോഡ് കൂഡ്ലു ചൂരിയിലെ സലഫി മസ്ജിദിൽ കവർച്ച നടത്തിയ കേസിൽ പ്രതിയെ ആന്ധ്രാപ്രദേശിലെത്തി അറസ്റ്റ് ചെയ്ത് ടൗൺ പോലീസ്. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരിയിൽ അക്കിവിഡു ഉറുദു സ്കൂളിന് സമീപത്തെ മുഹമ്മദ് സൽമാനാണ് പിടിയിലായത്. ജൂൺ 24 രാവിലെയാണ് പള്ളി ഓഫീസിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 3,10,000 രൂപയും 2 പവൻ സ്വർണ്ണാഭരണങ്ങളും ഇയാൾ കവർന്നത്. പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയായിരുന്നു പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത്. മേശവലിപ്പ് പൊളിച്ചായിരുന്നു മോഷണം നടന്നത്. പള്ളിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭിക്കുകയും ഇതിന്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുമായിരുന്നു. കോഴിക്കോട് ഇയാൾക്ക് സുഹൃത്തുക്കളുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ ചെല്ലുകയും 3 ദിവസത്തോളം എടുത്ത് സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുകയും ചെയ്തു. അവരിൽ നിന്ന് നാട്ടിലെ മേൽവിലാസവും ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള ഇടങ്ങളും മനസ്സിലാക്കിയാണ് ആന്ധ്രയിലെത്തി അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച കാസർഗോട്ടെത്തിയ പോലീസ് സംഘം പള്ളിയിലെത്തിച്ച് തെളിവെടുത്തു. പ്രതിക്ക് കണ്ണൂരിലും സമാന രീതിയിലുള്ള മോഷണ കേസുകളുണ്ടെന്ന് ഇൻസ്പെക്ടർ P നളിനാക്ഷൻ പറഞ്ഞു. SI ജോജോ, SCPOമാരായ സതീശൻ ചീമേനി, ജെയിംസ്, CPO രതീഷ് പെരിയ എന്നിവരാണ് ആന്ധ്രയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ നടത്തിയ സമരാഗ്നിയിൽ പ്രതിഷേധമിരമ്പി. ആരോഗ്യമന്ത്രിയുടെ കോലം പ്രതിഷേധക്കാർ കത്തിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ സമരാഗ്നി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ നടത്തിയ സമരാഗ്നിയിൽ പ്രതിഷേധമിരമ്പി. ഫിർദൌസ് ബസാറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ സമരം ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് തടയുകയും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയും ചെയ്തു. തുടർന്ന് പ്രതിഷേധക്കാർ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. ആരോഗ്യമേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാന വ്യാപകമായി യൂത്ത് ലീഗ് നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് നിയോജക മണ്ഡലങ്ങളിൽ സമരാഗ്നി സംഘടിപ്പിച്ചത്. കാസർഗോഡ് നടന്ന പ്രതിഷേധം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ ഉദ്ഘാടനം ചെയ്തു. ഈ ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ നമ്മുടെ വാസുമൻ മിനിസ്റ്റർക്കുമെതിരെ കൊലക്കുറ്റത്തിനാണ് സർക്കാർ കേസെടുക്കേണ്ടത്. സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് എന്താ? ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന യുവജന സംഘടനകളെ, മറ്റു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയൊക്കെ, അവരുടെ നേതാക്കന്മാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് കേസിൽ ഉൾപ്പെടുത്തുകയാണ്. 8 ആൾ സമരം ചെയ്താലും 10 ആൾ പേരിൽ കേസ്, 10 ആൾ സമരം ചെയ്താലും 19 പേരും കേസ്. ഈ ആളുകളെ എവിടെ നിന്ന് കിട്ടുമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. സംസ്ഥാനത്തുടനീളമുണ്ട് ഈ സംഭവങ്ങളുണ്ട്. ഏതായാലും യൂത്ത് ലീഗ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ മന്ത്രി രാജിവെക്കുന്നത് വരെ സമരം തുടരുക എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം.
മണ്ഡലം വൈസ് പ്രസിഡന്റ് നൌഫൽ തായൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹാരിസ് ബെദിര സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി സഹീർ ആസിഫ് മുഖ്യപ്രഭാഷണം നടത്തി. MA നജീബ്, നൂറുദ്ദീൻ വെളിഞ്ചം, PB ഷഫീഖ്, ഇക്ബാൽ ഫുഡ് മാജിക്, ഖലീൽ സിലോൺ, ജലീൽ തുരുത്തി, റഹ്മാൻ തൊട്ടാൻ, അർഷാദ് എതിർത്തോട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുസ്ലിം യൂത്ത് ലീഗ് മേൽപ്പറമ്പിൽ സമരാഗ്നി സംഘടിപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. ജില്ലാ ട്രഷറർ MB ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് ഉദുമ നിയോജക മണ്ഡലം കമ്മിറ്റി മേൽപ്പറമ്പിൽ സമരാഗ്നി പ്രതിഷേധ പ്രകടനം നടത്തുകയും മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ MB ഷാനവാസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റൌഫ് ബായിക്കര അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഖാദർ ആലൂർ സ്വാഗതം പറഞ്ഞു. TK ഹസീനാർ കീഴൂർ, സുലുവാൻ ചെമ്മനാട്, അബൂബക്കർ കാടാങ്കോട്, അഡ്വക്കേറ്റ് ജുനൈദ്, ഖാദർ കോട്ടപ്പാറ, നഷാദ് പരവനടുക്കം, സിറാജ് മഠം, സമീർ അല്ലാമ, അനസ് ഹുദവി പെരുമ്പള, ഫറാസ് ചെമ്പരിക്ക, ലുക്മാൻ പരവനടുക്കം, ഹസീബ് പെരുമ്പള, ആഷിഖ് കീഴൂർ, ഫായിസ് കീഴൂർ, അൽതാഫ് പൗവൽ, മുഹമ്മദ് കീഴൂർ, സാദിഖ് MK എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാർഗദർശക മണ്ഡലം കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ധർമ്മ സന്ദേശയാത്ര നടത്തും. ജില്ലയിലെ സ്വാഗത സംഘം രൂപീകരണ യോഗം എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. മാർഗദർശക മണ്ഡലം കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 7 മുതൽ 21 വരെയാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ധർമ്മ സന്ദേശയാത്ര നടത്തുന്നത്. യാത്രയുടെ ജില്ലാതല സ്വാഗത സംഘം രൂപീകരണ യോഗം എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. ചിന്മയ മിഷൻ കേരള മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. ധർമ്മ സന്ദേശയാത്ര സംസ്ഥാന സ്വാഗത സംഘം ജനറൽ കൺവീനർ സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി, അമൃതാനന്ദമയി മഠം കാസർഗോഡ് മഠാധിപതി ബ്രഹ്മചാരി വേദവേദ്യാമൃത ചൈതന്യ, സ്വാമി വിശ്വാനന്ദ സരസ്വതി, സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, സാധു വിനു, ബ്രഹ്മചാരി ധർമ്മ ചൈതന്യ, ദിശ ചൈതന്യ എന്നിവർ സംസാരിച്ചു. പൂജനീയ രംഗനാഥാനന്ദ സ്വാമിജിയുടെ ഒരു വാക്ക്, ഒരു പുസ്തകത്തിൻ്റെ ഒരു ഹെഡ്ലൈൻ കടമെടുത്ത് പറയുന്നു: മാറുന്ന സമൂഹത്തിന് അനിവാര്യമായ ശാശ്വത മൂല്യങ്ങൾ അത് പകർന്നു നൽകലാണ് ഈ ധർമ്മ സന്ദേശ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അറിവിലൂടെ ആർജവം നേടിയ, ജ്ഞാനത്തിലൂടെ പ്രബുദ്ധത നേടിയ, സാധ്യതകളെ സിദ്ധികളാക്കി മാറ്റുന്ന സാംസ്കാരിക സമ്പന്നരായ, സാമൂഹിക പ്രതിബദ്ധതയുള്ള, പ്രായോഗിക ജീവിതത്തിൽ വകതിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രയത്നിക്കാം. ഒക്ടോബർ 7 കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്രയുടെ സ്വാഗത സംഘം ചെയർമാനായി മധുസൂദന ആയാറെ നിയോഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലെ തളർന്ന ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളുടൻ പരിഹരിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി പരിസരത്ത് നടന്ന ധർണാ സമരം KPCC സെക്രട്ടറി M അസിനാർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. ആശുപത്രി ജംഗ്ഷനിൽ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, പ്രിൻസിപ്പൽ SI GO സദാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായതോടെ സംഘർഷം ഉടലെടുത്തു. കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമുയർത്തിയതോടെ താലൂക്ക് ആശുപത്രി ഗേറ്റിന് മുന്നിൽ ധർണ ആരംഭിച്ചു. ധർണാ സമരം KPCC സെക്രട്ടറി M അസിനാർ ഉദ്ഘാടനം ചെയ്തു. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചറിയാത്തതാണ് ഇവിടെ അനാവശ്യമായ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് 8 മാസത്തിനപ്പുറം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കില്ല എന്ന ഉത്തമ ബോധ്യമെങ്കിലും നിലനിൽക്കെ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷവും നിങ്ങൾക്കുണ്ടായിട്ടില്ല എങ്കിൽ ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ തലയിൽ തലച്ചോറല്ല എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നിങ്ങളുടെ നാട്ടിൽ ഇന്ത്യക്കാരും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.
കോൺഗ്രസ് പ്രസിഡന്റ് കെ വി വിജയൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ, KV ഗംഗാധരൻ, DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, ജില്ലാ ഏകോപന സമിതി അംഗം K ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി K സിന്ധു, DKTF സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ C രവി, KV ജതീന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റുമാരായ M രജീഷ് ബാബു, K അശോകൻ, K ജയരാമൻ, ബ്ലോക്ക് ഭാരവാഹികളായ E രാജേന്ദ്രൻ, K കുഞ്ഞമ്പു, PK താജുദ്ദീൻ, M അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബേക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താലൂക്ക് തല വായനാ മത്സരം സമാപനം നടന്നു. ഇതോടൊപ്പം IV ദാസ് അനുസ്മരണവും നടന്നു. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ യുവശക്തി ഫ്രണ്ട്സ് ഗ്രന്ഥാലയം സുഭാഷ് നഗറിന്റെ സഹകരണത്തോടെ ബേക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താലൂക്ക് തല വായനാ മത്സര സമാപനവും IV ദാസ് അനുസ്മരണവും നടന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ലൈബ്രറിയുടെ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം അഹമ്മദ് ഹുസൈൻ മാസ്റ്റർ IV ദാസ് അനുസ്മരണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അധ്യക്ഷ കുമാരി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബാലകൃഷ്ണൻ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ലക്ഷ്മി ടീച്ചർ, പഞ്ചായത്ത് അംഗം സുജാത ഷെട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യുവശക്തി ഗ്രന്ഥാലയത്തിന്റെ പ്രസിഡന്റ് ലക്ഷ്മണ പൂജാരി, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ദാസപ്പ ഷെട്ടി എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി കമലാക്ഷ D സ്വാഗതവും രവീന്ദ്ര ഷെട്ടി നന്ദിയും പറഞ്ഞു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം കുമ്പള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു. ആരോഗ്യമേഖലയിലെ സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ നടത്തിയത്. ആരോഗ്യമേഖലയിലെ സർക്കാർ അവഗണനയ്ക്കെതിരെ മഞ്ചേശ്വരം കുമ്പള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മംഗൽപാടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നിരവധി പ്രവർത്തകർ ധർണാ സമരത്തിൽ പങ്കെടുത്തു. സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി ഉദ്ഘാടനം ചെയ്തു. നാം സാധാരണ പറയാറുള്ളത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം. ഒരമ്മ പെറ്റ മക്കളെ പോലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന മതേതരത്വവും ജനാധിപത്യവും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു വന്ന ഒരു സംസ്ഥാനം. എന്നാൽ ഇന്ന് ഈ സംസ്ഥാനം ഒരു പക്ഷേ അനുദിനം പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. DMK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സുന്ദര ആര്യക്കാടി സ്വാഗതം പറഞ്ഞു. മഞ്ജുനാഥ് ആൾവ, സോമശേഖർ ജെ, സത്യൻ C ഉപ്പള, ഹർഷാദ് വോർക്കാടി, ലക്ഷ്മണൻ പ്രഭു, മതി പുരുഷോത്തമ വോർക്കാടി, ബാബു ബന്ദിയോട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശ്രീ കടപ്പുറത്ത് ഭഗവതി കലിയറ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി. തന്ത്രി പടിഞ്ഞാറ ഇല്ലത്ത് കേശവ പട്ടേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ശ്രീ കടപ്പുറത്ത് ഭഗവതി കലയറ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മന്ത്രി പടിഞ്ഞാറ ഇല്ലത്ത് കേശവ പട്ടേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സെക്രട്ടറി KG പ്രഭാകരൻ, ട്രഷറർ KV ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KV രാമചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി B ചന്ദ്രൻ, ക്ഷേത്രം കർമ്മി M രാഘവൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർഷക സംഘം അച്ചാനൂർ വില്ലേജ് സമ്മേളനം വെള്ളിക്കോത്ത് AKG ഭവനിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം അജാനൂർ വില്ലേജ് സമ്മേളനം വെള്ളിക്കോത്ത് AKG ഭവനിൽ വെച്ചാണ് നടന്നത്. ജില്ലാ കമ്മിറ്റി അംഗം K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാലകൃഷ്ണൻ കാട്ടുകുളങ്ങര രക്തസാക്ഷി പ്രമേയവും K കൃഷ്ണൻ മാസ്റ്റർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ AV സഞ്ജയൻ സ്വാഗതം പറഞ്ഞു. K രാധാകൃഷ്ണനെ പ്രസിഡന്റായും മനോജ് കാരക്കുഴിയെ സെക്രട്ടറിയായും K കൃഷ്ണൻ മാസ്റ്ററെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. കാസർഗോഡ് ഹർത്താൽ പ്രതീതി. ദേശീയ പണിമുടക്ക് സമരം. കാസർഗോഡ് നടന്ന UDTF മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കാസർഗോഡ് പുഴയിൽ മീൻ പിടിക്കുവാൻ വലയെറിഞ്ഞപ്പോൾ ലഭിച്ചത് മൃതദേഹം. കസബ കടപ്പുറത്തെ ആദിത്യന്റെ മരണത്തിൽ ദുരൂഹത. കാസർഗോഡ് ചൂരിയിലെ സലഫി മസ്ജിദിൽ കവർച്ച നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. ആന്ധ്രാപ്രദേശ് സ്വദേശി സൽമാൻ അഹമ്മദാണ് പിടിയിലായത്. തൃക്കരിപ്പൂർ പടന്ന തീരദേശ മേഖലയിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണം. കടകൾ തുറന്നില്ല, ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല.
പണിമുടക്ക് ദിവസം ജോലിക്ക് ഹാജരായ അജാനൂർ വില്ലേജ് ഓഫീസറെ സമരാനുകൂലികൾ ഭീഷണിപ്പെടുത്തിയതായി പരാതി. സംഭവം പ്രതിഷേധാർഹമെന്ന് കേരള NGO സംഘ്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.